ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാ ബാച്ചിലേഴ്സിനും വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഈസി ചിക്കൻ കറിയാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല രുചിയായിരിക്കും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ നാടൻ ചിക്കനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇറച്ചി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനൊന്ന് ചതച്ചതേ ഉള്ളൂ കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. അത് നമുക്കിതിലേക്ക് ഇട്ടു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ വാടി ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയുടെ എല്ലാം പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. മസാല കരിഞ്ഞു പോകും. അല്ലെങ്കിൽ മസാലയുടെ പച്ച മണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ 2 ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കാം. സൈഡ് കൂട്ടി ഇളക്കണം കേട്ടോ. അതിൻ്റെ പുറത്തിട്ട് കുത്തരുത്. നമ്മൾ ഏത് സാധനം ഇളക്കുമ്പോഴും ഇങ്ങനെ സൈഡ് കൂട്ടി ഇളക്കണം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. 1/2 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ ചേർത്തായിരുന്നു. ടോട്ടൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മാത്രമേ ഇതിൻ്റെ മസാലയൊക്കെ ഇതിലൊന്ന് നല്ലപോലെ പിടിക്കത്തുള്ളൂ. പിന്നീട് വെള്ളം ചേർക്കാവും. 2 മിനിറ്റ് നമ്മൾ ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ഇല്ലെങ്കിൽ ഇങ്ങനെ 4 വശത്തോട്ടും ഇതൊന്ന് നീക്കിയതിന് ശേഷം നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് തിള വന്നതിന് ശേഷം ഇളക്കാം. ഇനി നമുക്ക് ഇളക്കി റെഡിയാക്കാം. പെതുക്കെ സൈഡ് കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തിള വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ല മണമൊക്കെ വരുന്നു കേട്ടോ. അടിപൊളി ചിക്കൻ കറിയുടെ മണം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ച് മൂടി 10 മിനിറ്റ് വേവിച്ചിരിക്കാം. നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ചു മൂടി ഒന്നുകൂടി വേവിച്ചെടുക്കാം.
ഇറച്ചി ഇട്ടതിന് ശേഷം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇറച്ചിയാകുമ്പോൾ ഞാനുണ്ടല്ലേ കോഴിയിറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു അരമണിക്കൂർ വേവിക്കും. 20 മിനിറ്റ് ആയാലും ആകുമ്പോൾ തന്നെ വേവ്, എന്നാലും അരമണിക്കൂറേ വയ്ക്കും. ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ വെക്കും. അരമണിക്കൂർ വേവിച്ചെങ്കിൽ മാത്രമേ ഈ ചിക്കൻ കറക്റ്റ് വേഗമാകത്തുള്ളൂ. ഞാൻ അരമണിക്കൂർ വേവിച്ചിട്ടുണ്ട്. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ അടിപൊളി മണമാണ്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഈ ഇറച്ചിക്കറിക്കൊക്കെ എപ്പോഴും ആ വലിയ ജീരകം പൊടിച്ചതാണ് അതിൻ്റെ ആ മുന്നിൽ നിൽക്കുന്ന ഒരു മണം. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തത്. പെരുംജീരകം. ഗ്രേവിയൊക്കെ ഉണ്ട്. ചാറൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇങ്ങനെ കുറുകി വേണം ചാറിരിക്കാൻ. ചിക്കൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ചാറ് കുറച്ച് കുറുകിയിരിക്കണം, അല്ലെങ്കിൽ അതിന് ടേസ്റ്റും കൂടത്തോള്. ഒരുപാട് വെള്ളം പോലെ ഇരുന്നാൽ രുചി കുറയും. നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കുക. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.